എന്റെ പൊന്ന് സാറേ, ഇതൊന്നും നടപടിയാവും തോന്നണില്ല. ഇത് കുറെ കാലങ്ങളായിട്ട് അടിക്കണം എന്നല്ലാണ്ട് ഇതെന്റെ അസുഖം മാറാനില്ല. അസുഖം മാറാനല്ലേ ഞാൻ സാറിനെ കാണിക്കാൻ ഇങ്ങോട്ട് വരണം. എന്താ മോനെ നിന്റെ പ്രശ്നം? പ്രശ്നം പറ നീ. സാറേ, എന്റെ വലിവ് മാറാനില്ല. കഴിവ് മാറുന്നില്ല. എങ്ങനെയാ നീ ഇത് ഉപയോഗിക്കുന്നത്? ഒന്ന് കാണിച്ചു തരുമോ എനിക്ക്? സാറെന്താ കളിയാക്കണേണാ? എനിക്കറിയാം, ഞാൻ കാണിച്ചു തരാം ഇപ്പൊ. ഇങ്ങനെയാണോ ഉപയോഗിക്കുന്നത്? ശരി. ഇത് പലപ്പോഴും നമുക്ക് ഒപിയിൽ വരുന്ന പേഷ്യൻസിന്റെ ഇടയിൽ ബുദ്ധിമുട്ടുണ്ടാവുന്ന സംഗതി തന്നെയാണ്. ആൾക്കാർ നമ്മുടെ അടുത്ത് വരും, വഴക്ക് കൂടും, ദേഷ്യം പിടിക്കും, ഇൻഹേലർ ഉപയോഗിക്കുന്നു, എന്നിട്ടും ശ്വാസം മുട്ടന് മാറ്റം വരുന്നില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ കാണുന്നത് പോലെ തന്നെ പലപ്പോഴും പലരും വന്ന് പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇൻഹേലർ ടെക്നിക്ക് നോക്കുന്ന സമയത്ത് ഇത് കുറച്ച് എക്സാജറേഷൻ ആണെങ്കിൽ കൂടിയും ഇങ്ങനെ തന്നെ പലപ്പോഴും പല രീതിയിലും പല തെറ്റായ രീതിയിലും ആൾക്കാർ ഇൻഹേലർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ അടുത്ത് വരാറുള്ളത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഈ ഇൻഹേലർ ഉപയോഗിക്കുന്നത് എന്നൊന്ന് നോക്കാം. ഈ ഇൻഹേലർ നമ്മൾ ആദ്യമായിട്ട് വാങ്ങുമ്പോൾ ഈ സംഗതി നമ്മൾ പ്രൈം ചെയ്യണം. പ്രൈം ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ 2 പഫ് ഇങ്ങനെ പുറത്തേക്ക് അടിച്ചു കളയണം. ഈ 2 തവണ അടിച്ചു കളയുമ്പോഴും ഇതിനകത്ത് മരുന്നുണ്ടാവില്ല. എന്നാൽ ഓരോ തവണ ഈ സംഗതി ഉപയോഗിക്കുമ്പോഴും ഇതിങ്ങനെ അടിച്ചു കളയണോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നോ എന്നുമാണ്. പലപ്പോഴും നമ്മുടെ ഈ ആസ്മ ട്രീറ്റ്മെന്റിന്റെ അല്ലെങ്കിൽ ഈ ഒബ്സ്ട്രക്റ്റീവ് എയർവേ ഡിസീസ് ട്രീറ്റ്മെന്റിന്റെ അവസാനം നമ്മൾ എത്തുന്നത് ഈ ഇൻഹേലർ SOS ആയിട്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കുക എന്നൊരു സ്റ്റേജിലേക്കാണ് നമ്മൾ എത്തുന്നത്. ആ സമയത്ത് 2 ആഴ്ച കൂടുതൽ നമ്മളിത് ഉപയോഗിക്കാണ്ടിരുന്ന് അതിനുശേഷമാണ് ഇൻഹേലർ ഉപയോഗിക്കുന്നത് എങ്കിൽ ആ സമയത്തും ഇങ്ങനെ 2 തവണ അടിച്ച് പ്രൈം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലാതെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സമയങ്ങളിൽ നമ്മളിങ്ങനെ പ്രൈം ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ ഇത് എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് പറഞ്ഞു തരാം. അതിനുശേഷം അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യാം. നമ്മൾ ഓരോ തവണ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേയും ഇങ്ങനെ അപ്രൈറ്റ് ആയിട്ട് തന്നെ പിടിച്ച് ഒരു 10 സെക്കൻഡെങ്കിലും ഈ ഇൻഹേലർ ഷേക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ ശ്വാസം പുറത്തേക്ക് എക്സ്ഹേൽ ചെയ്ത് കളയുക. അതിനുശേഷം ഈ ഭാഗം നമ്മുടെ 2 പല്ലിന്റെ ഇടയിലും കടിച്ചു പിടിച്ച് ഇതിന് ചുറ്റും ചുണ്ടുകൊണ്ട് പൂർണ്ണമായിട്ടും മുറുക്കി പിടിക്കുക. എന്നിട്ട് ഇത് മുകളിൽ ഇങ്ങനെ ഞെക്കണം. ഞെക്കുമ്പം മരുന്ന് വായ്ക്കകത്തേക്ക് വരും. വായ്ക്കകത്തേക്ക് വരുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ വാ കൊണ്ട് ശ്വാസം നല്ലതുപോലെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. ഇങ്ങനെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കണം. ആ വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ നെഞ്ച് വിടർന്നു വരുന്നത് നമുക്ക് ഫീൽ ചെയ്യും. ആ വിടർന്നു വരുന്ന നെഞ്ചും വലിച്ചെടുത്ത ശ്വാസവും ഒരു 10 സെക്കൻഡ് നമ്മുടെ മനസ്സിൽ നമ്മൾ എണ്ണുക. 1, 2, 3, 4, 10 വരെ എണ്ണി അങ്ങനെ ഒരു 10 സെക്കൻഡ് നമ്മുടെ ഉള്ളിൽ ആ ശ്വാസം പിടിച്ചു നിർത്തണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഈ ചുണ്ടുകൊണ്ട് പിടിച്ചു വെച്ചിരിക്കുന്നത് മാറ്റിയിട്ട് ശ്വാസം പുറത്തേക്ക് ഊതിക്കളയാവുള്ളൂ. അങ്ങനെ ഡോക്ടർ എത്ര തവണയാണ് അത് ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത് അത് അത്രയും തവണ ആ സംഗതി ഉപയോഗിക്കാം. ഇപ്പം 2 തവണ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ ആദ്യത്തെ ഒരു പഫ് എടുത്തതിന് ശേഷം നമ്മൾ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ആ 1 മിനിറ്റ് രോഗി റെസ്റ്റ് ചെയ്യുക. അതിനുശേഷം മാത്രമേ 2ാമത്തെ പഫ് എടുക്കാവുള്ളൂ. ഇങ്ങനെ ഓരോ തവണയും പഫ് എടുത്തതിന് ശേഷം പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ നല്ലതുപോലെ ഉപ്പിട്ടിട്ട് ഒരു 2 മിനിറ്റ് 2 മുതൽ 3 മിനിറ്റ് വരെ ഗാർഗിൾ ചെയ്യുകയും ഉൾക്കൊള്ളുകയും ചെയ്തിട്ട് ആ വെള്ളം പുറത്തേക്ക് തുപ്പിക്കളയുകയും ചെയ്യണം. ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മരുന്ന് നമ്മുടെ വായ്ക്കകത്തിരിക്കും. മരുന്ന് വായ്ക്കകത്തിരുന്നാൽ അത് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസിനെ കൂട്ടും. അപ്പം ഈ കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇനി എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നൊന്ന് ഞാൻ കാണിച്ചു തരാം. നല്ലതുപോലെ ഷേക്ക് ചെയ്യുക. അതിനുശേഷം പല്ലിന്റെ ഇടയിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി സെക്കൻഡ് പഫ് എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ 1 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം സെക്കൻഡ് പഫ് എടുക്കാൻ. മോനിപ്പോ മനസ്സിലായില്ലേ? ഇനി ഇങ്ങനെ ഉപയോഗിക്കുമോ? മനസ്സിലായി സാർ. ഇതോട്ട് ഇങ്ങനെ ഉപയോഗിക്കാം. ശരി.